രാജ്യത്താദ്യമായി അമൃത് ഭാരത് സർവീസ് ആരംഭിക്കുന്നതിനെ പറ്റിയാണ് ഇനി പറയാനുള്ളത്. പുതിയ എക്സ്പ്രസ് തീവണ്ടികൾ രാജ്യത്തെ റെയിൽവേയുടെ മുഖം മാറ്റും. പുതിയ 6 ട്രെയിനുകളാണ് സർവീസ് ആരംഭിക്കുന്നത്. വന്ദേ ഭാരതിനോട് കിടപിടിക്കുന്ന സർവീസുകളായിട്ടാണ് അമൃത് ഭാരത് എത്തുന്നത്. മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗത്തിൽ പോകാൻ കഴിയുന്ന തീവണ്ടികളിൽ സ്ലീപ്പർ കോച്ചുകൾ വരെ ഉണ്ട്. അശ്വജിത്ത് ചേരുന്നു. അശ്വജിത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമുക്ക് വന്ദേ ഭാരത് വന്ന് അതിൻ്റെ സൗകര്യങ്ങളും അതിൻ്റെ മേന്മയും ഒക്കെ പറഞ്ഞ് തീരും മുമ്പാണ് അടുത്ത ട്രെയിൻ എത്തുന്നത്, അല്ലേ? മോത്തി, ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് നമ്മൾ രണ്ടുപേരും കൂടെ ലൈവിൽ നിൽക്കുന്നതെന്ന് തോന്നുന്നു. അത് ഒരു പ്രത്യേകതയായിട്ട് തന്നെ പറയാം. ഇനി ഓക്കെ നമ്മൾ ഈ വന്ദേ ഭാരത് വന്നപ്പോൾ വലിയൊരു ഓളമായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ വന്ദേ ഭാരതിൽ കയറാനും ആദ്യം കയറി സെൽഫി എടുക്കാനും ഒക്കെ വലിയൊരു ആൾക്കൂട്ടം തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ വന്ദേ ഭാരത് വന്നപ്പോഴുള്ള ഒരു പരാതി അല്ലെങ്കിൽ ഒരു പരിഭവം എന്നുള്ളതായിരുന്നു ഈ വില അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റിൻ്റെ നിരക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല. സാധാരണക്കാരന് എന്നും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു നിരക്കാണ് എന്നുള്ളതാണ്. അതിന് ഇപ്പോൾ ഒരു പരിഹാരമായിട്ടുണ്ട്. അമൃത് ഭാരത് എക്സ്പ്രസ്സിൽ നമ്മൾ സാധാരണ സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന അതിനേക്കാളും ഒരല്പം കൂടിയ നിരക്ക്, അതായത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നിരക്കിൽ സാധാരണക്കാരന് അത്യാവശ്യം സൗകര്യങ്ങളോടുകൂടി യാത്ര ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. നിലവിൽ നമ്മുടെ നാട്ടിൽ, അതായത് ഈ സൗത്തിലേക്ക് ട്രെയിൻ വന്നിട്ടില്ല, നോർത്തിലാണുള്ളത്. പക്ഷേ അധികം വൈകാതെ തന്നെ രാജ്യം മൊത്തം ഇത്തരത്തിൽ നിലവാരമുള്ള കോച്ചുകളിൽ വളരെ സൗകര്യങ്ങൾ കൂടി യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമാക്കി ഈ അമൃത് എക്സ്പ്രസ്സിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഈ റെയിൽവേ ഉദ്ദേശിക്കുന്നത്. അമൃത് എക്സ്പ്രസ് വന്ദേ ഭാരതിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര സൗകര്യങ്ങൾ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ വന്ദേ ഭാരതിൽ നമ്മൾ കയറിയാൽ വൈഫൈ ഉണ്ട്, അല്ലെങ്കിൽ ആ ടിക്കറ്റിനൊപ്പം തന്നെ ഭക്ഷണം നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ വന്ദേ ഭാരതിലുണ്ട്. പക്ഷേ അതിൻ്റെ സൗകര്യങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ആ നിലവാരം, അതായത് നമ്മൾ ആ ട്രെയിനകത്ത് കയറുമ്പോൾ നമ്മൾ പതിവ് സ്ലീപ്പർ കോച്ചിനകത്ത് കയറുന്നത് പോലെയുള്ള അസൗകര്യങ്ങൾ ഉണ്ടാവില്ല. മികച്ച സീറ്റായിരിക്കും, ഫാനും സൗകര്യങ്ങളും ഒക്കെ ഭംഗിയായിരിക്കും. അതിലുപരി ടോയ്ലറ്റ് വളരെ പ്രധാനമാണല്ലോ. നമ്മൾ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ആ ടോയ്ലറ്റ് വൃത്തിയില്ല എന്നൊരു കാരണമായിരിക്കുമല്ലോ. അത് ഏതായാലും ഇനി അമൃത് ഭാരത് എക്സ്പ്രസ്സിൽ ഉണ്ടാവില്ല. നല്ല ടോയ്ലറ്റ് സൗകര്യം എന്നിങ്ങനെ മികച്ചൊരു ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ വന്ദേ ഭാരതിൻ്റെ അത്ര ലക്ഷറി അല്ല. സാധാരണക്കാരനും യാത്ര ചെയ്യാൻ കഴിയുന്ന അമൃത് ഭാരത് എക്സ്പ്രസ്സുകളാണ് നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്നത്. 4 ട്രെയിനാണ് ആദ്യഘട്ടത്തിൽ പുറത്തിറക്കുന്നത്. പക്ഷേ അധികം വൈകാതെ തന്നെ നമ്മുടെ സദേൺ റെയിൽവേക്കും അമൃത് ഭാരത് വരും. അങ്ങനെ രാജ്യം മൊത്തം ഈ പറഞ്ഞതുപോലെ വന്ദേ ഭാരത് മോഡലിൽ, അമൃത് ഭാരത് മോഡലിൽ മികച്ച വൃത്തിയുള്ള, അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല കയറാൻ കഴിയുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരനൊക്കെ വിശ്വസിച്ച് കയറി യാത്ര ചെയ്യാൻ കഴിയുന്ന നിലവാരത്തിലുള്ള ട്രെയിനുകൾ രാജ്യം മൊത്തം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പുതിയ ദൗത്യത്തിലൂടെ കേന്ദ്ര സർക്കാരും റെയിൽവേയും ലക്ഷ്യമിടുന്നത്. ഏതായാലും ഇന്ന് ആ യാത്ര വിജയകരമായി തുടങ്ങട്ടെ, ആശംസിക്കാം, അല്ലേ? നമുക്ക് തീർച്ചയായിട്ടും അശ്വജിത്തിന്റെ ഇനിയുള്ള നാട്ടിലേക്കുള്ള യാത്ര അമൃത് ഭാരതിലാവട്ടെ. തീർച്ചയായിട്ടും